കേരള ക്രീം കളറിൽ നല്ല ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ അന്ന് വന്നിരുന്ന ആ സെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് അതിൽ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു നല്ലൊരു ഫാബ്രിക് പെയിൻറ്റോട് കൂടി വന്ന സെറ്റുകൾ. അതിൽ നമുക്കന്ന് ഈ ഒരു കളറാണ് ലാസ്റ്റ് ഒരു പീസ് ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് വീണ്ടും എത്തിയിട്ടുണ്ട്. 4 ബ്യൂട്ടിഫുൾ കളേഴ്സ് എന്ന് ഞാൻ പറയുമെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തോന്നും. ഓപ്പൺ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. ടോപ്പ് 2.4 മീറ്റേഴ്സ് 2.40, ബോട്ടം 2.45 2.45 വന്നിട്ടുണ്ട്. ദുപ്പട്ട 2.15 2.15 വരുന്ന വൺ സൈഡ് ഇടാൻ പറ്റുന്ന പക്ഷേ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. റേറ്റ് 1980 1980 രൂപ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നല്ലൊരു വെറൈറ്റി സെറ്റുകളാണ്. അപ്പോൾ അന്നത്തെ അതിൽ കിട്ടാതിരുന്ന ആൾക്കാരെല്ലാം ഇനി ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് സെറ്റ് ഇതങ്ങനെ വരുന്നത്. യോക്ക് കണ്ട എല്ലാം ഏകദേശം ഒരുപോലെ തോന്നും. ഇതിങ്ങനെ വരുന്നു, ടോപ്പിൽ ഇങ്ങനെ വരുന്നു. താഴേക്ക് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഉണ്ട്, ഫാബ്രിക് പെയിൻറ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടെ ഒരു ബുട്ടി വർക്ക് കൂടെ വന്നിട്ടുണ്ട്. ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്. ബാക്ക് പീസ് വരുന്നത് പ്ലെയിൻ ആണ്. ഞാൻ അടുത്ത സെറ്റിന് കാണിച്ചു തരാം. ബോട്ടം നല്ല സിൽക്കി സാൻഡൂണിൽ സെയിം ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതിനും കോട്ടൺ ലൈനിങ് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് എങ്ങനെ, ഇതിന് വർത്തായ ഈ ഒരു സെറ്റിന് വർത്തായ രീതിയിൽ വന്നിരിക്കുന്ന ആ ഒരു റേറ്റിന് പറ്റിയ രീതിയിലുള്ള നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. വൺ സൈഡ് ഇടാനായിരിക്കും ഇത് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നല്ലൊരു ഫീൽ തരും. ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. 1980 1980 രൂപ. നെക്സ്റ്റ് കളർ വരുന്നത് എങ്ങനെ, ഞാൻ ദുപ്പട്ട വെച്ചിട്ട് വേണം ഐഡൻറ്റിഫൈ ചെയ്യാനേ. കാരണം ദുപ്പട്ടയിൽ മാത്രമേ കുറച്ച് കളർ വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം വരുന്നു ഇതെല്ലാം സെയിം സിൽക്കി സാൻഡൂണിൽ തന്നെ വരുന്നത്. ഇത് കണ്ടോ ദുപ്പട്ടയുടെ കളർ. നമ്മൾ ആദ്യം കുറച്ചുകൂടി ഒരു മെഹന്തി ഗ്രീൻ്റെ ഡാർക്കർ ടോണിലോട്ട് പോയി. ഇതൊരു മോസ് ഗ്രീൻ ഒരു ചാണകപ്പച്ചയുടെ കളറിലേക്ക് പോകുന്നു. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഏതോ ഒന്നെങ്കിലും ഒന്ന് കഴിഞ്ഞാലും മറ്റെടുത്താലും വലിയ വ്യത്യാസം വരുന്നില്ല. നല്ല ഒരു ഒരു ഈ വെഡ്ഡിങ് ഈവിലോ നല്ലൊരു ഫംഗ്ഷനായിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റുകളാണ്. കേരള ക്രീം കളറിൽ സെറ്റുകൾ നോക്കുന്നവർ മിസ്സാക്കണ്ട. നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു, യോക്കിൽ ഈ ഒരു ബോർഡർ ലൈൻ കൊടുക്കുന്നതിൽ മാത്രം വ്യത്യാസം. അന്ന് നോക്കിയവർക്ക് അറിയാതെ ഇങ്ങനെ വരുന്നു. ഇതൊരു നല്ല ഒരു താഴേക്കൊരു ഗ്രേ ഷെയ്ഡ് കൂടെ ബ്ലൂയിഷ് ഗ്രേ ടീൽ ബ്ലൂവിൻ്റെ കളറിലേക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ബോട്ടം. അതുണ്ടോ ഈ ഒരു ബോർഡർ ദുപ്പട്ടയുടെ ഒരു ബോർഡറിൽ വരുന്ന അതിലാണ് വ്യത്യാസം വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള വെറൈറ്റി സെറ്റുകൾ നോക്കുന്നവർക്ക് ശരിക്കും വേർത്താണ്, മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ. അതിൻ്റെ ദുപ്പട്ട നോക്കി സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ. ഞാൻ ആ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം സിൽക്കി സാൻഡൂണിന് നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് ഇങ്ങനെ. പക്ഷേ പലാസോ ഒക്കെ ചെയ്യുന്നവർക്ക് അത് തന്നെ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു നല്ല ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലേക്ക് വരും ദുപ്പട്ടയുടെ സൈഡിലെ വർക്ക്. നല്ല അത്യാവശ്യം നോർമൽ 2.15 വെച്ചിട്ട് തീരെ ചെറുതാ വിചാരിക്കേണ്ട. നമുക്ക് അത്യാവശ്യം ഒരു സൈസ് കിട്ടുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു.